ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടക്കാട്ടോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർഗറ്റ് ഉണ്ട്. മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ രേവതി ഭയങ്കരമായിട്ടും വിഷമപ്പെട്ട് നിൽക്കുക തന്നെയാണ് കേട്ടോ. ആ വിഷമത്തിന് കാരണം ഒരു രീതിയിൽ ശരത്ത് തന്നെയാണ്. നമ്മുടെ രേവതിയുടെ അനിയൻ ബൈക്ക് മോഷ്ടിച്ച വിവരം ഒരിക്കലും ചന്ദ്രയും രവീന്ദ്രനും ഒന്നും അറിഞ്ഞിരുന്നില്ല. സച്ചിക്കും രേവതിക്കും രേവതിയുടെ വീട്ടുകാർക്കും മാത്രം അറിയാവുന്ന കാര്യം ആ പോലീസുകാർ വന്നപ്പോൾ അവിടെ വെച്ച് തുറന്ന് പറയുകയും നമ്മുടെ ചന്ദ്ര അതിനെ ചൊല്ലി നമ്മുടെ രേവതിനെ പറയാൻ പറ്റുന്നത് എന്തോ കളിയാക്കി കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. കളിയാക്കുക, അത്രയ്ക്ക് കളിയാക്കി. നീ ഒരു കള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നും നീ ഒരു കള്ളന്റെ സഹോദരിയാണെന്നും ഒക്കെ പറഞ്ഞ് അങ്ങ് ഹരാസ് ചെയ്തു. ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാനാകാതെ നമ്മുടെ രേവതി പോയി ഭയങ്കര കരച്ചിലായിരുന്നു അടുക്കളയിൽ നിന്ന്. ഏതായാലും അടുക്കളയിൽ നിന്ന് കരയുന്ന നമ്മുടെ രേവതി നേരെ വിളിക്കുന്നത് അമ്മേനെയും അനിയത്തിനെയാണ്. അപ്പം നമ്മുടെ രേവതിയുടെ അമ്മേനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ഫോൺ എടുക്കാണ്. അപ്പൊ ലക്ഷ്മി ഫോൺ എടുത്ത് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിക്കും സഹിക്കുന്നതിലപ്പുറമായിരുന്നു. സ്വന്തം മകൾ അവിടെ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് കേട്ട അമ്മ പൊട്ടിക്കരയുകയാണ്. അതിന്റെ കൂടെ നമ്മുടെ ദേവു അമ്മേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ശരത്ത് വന്നത്. ശരത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മയെ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ ശരത്തിന് ടൊറണ പൊട്ടിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഒരുത്തൻ കാരണമാണ് ഇപ്പൊ ആ പെണ്ണ് അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ആ പെണ്ണ് ഇപ്പൊ വേദന തിന്നുന്നത് നീ കാരണം അതിന് സമാധാനം ഇല്ലാത്തതെന്ന് പറഞ്ഞപ്പോ അമ്മ ഞാൻ എന്താ ചെയ്തത്? ആരുടെ കാര്യം അമ്മ ഈ പറയുന്നത്? വേറെ ആരുടെയും കാര്യമല്ലടാ ഞാൻ പറയുന്നത്, നിന്റെ ചേച്ചിയുടെ കാര്യം തന്നെയാ. എത്രമാത്രം അവള് സഹിച്ചിട്ടുണ്ടടാ. നിങ്ങൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി അവളുടെ ആ ഒരു പഠിക്കാനുള്ള ആഗ്രഹമൊക്കെ മാറ്റി വെച്ചിട്ടല്ലേടാ നിന്നെയൊക്കെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആ കൊച്ചു കിടന്ന് പണി ചെയ്തില്ല നിങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് നീ ഓർത്തോ? ഇത് വല്ലതും നിനക്കറിയായിരുന്നോ? നീ എന്നിട്ട് ബൈക്ക് മോഷ്ടിക്കാൻ പോയി. ഏതോ ഒരു കൂട്ടുകെട്ടിൽ ചേർന്ന് കഞ്ചാവും ബൈക്കും ഒക്കെ. അതൊക്കെ എത്ര നാണക്കേടാ. ഇപ്പൊ അറിഞ്ഞേക്കുക രേവതിയുടെ വീട്ടില്. അറിയാലോ ആ ചന്ദ്രമതി ചേച്ചിയുടെ കാര്യം. ആ ചന്ദ്രമതി ചേച്ചി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് എന്റെ മുക്ക് സമാധാനം കൊടുക്കോ? തുടങ്ങി എന്റെ മോളുടെ സമാധാനക്കേട്. നീ ഒരുത്തി കാരണം എന്റെ മോളെ കള്ളിന്ന് വിളിക്കാം. ഇത് നിനക്കറിയേണ്ട കാര്യമില്ല. കാരണം നീ ഒരാണാ. ഇത് തേഞ്ഞു മാഞ്ഞങ്ങ് പോകും. പക്ഷെ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ചീത്തപ്പേരെ ഒരിക്കലും തേഞ്ഞു മാഞ്ഞൊന്നും പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, അമ്മേ ഇപ്പം ഇവനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് എല്ലാ പ്രശ്നവും പറഞ്ഞൊതുക്കി തീർത്തതല്ലേ. പിന്നെ ഇവൻ വേറൊരു ചീത്ത കൂട്ടുകെട്ടിനും പോയില്ലല്ലോ. വേറൊരു ചീത്ത കൂട്ടുകെട്ടിനും ഇവൻ പോയില്ല. പക്ഷെ അതും മതിയല്ലോ. ഇനി എന്റെ മോൾ അവിടെ കിടന്ന് അനുഭവിക്കണ്ടേ? ഇപ്പൊ നീ ഇവിടെ നിന്ന് ഇറങ്ങണം. അത് പിന്നെ അമ്മ ഞാൻ എങ്ങോട്ടാ ഇറങ്ങേണ്ടത്? നീ ഇപ്പൊ തന്നെ പോയി രേവതിനെ കണ്ട് അവിടെ ഉള്ളവരെ കണ്ട് നീ മാപ്പ് പറയണം. അല്ലാതെ ഇതിന് വേറൊരു പോംവഴി ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അമ്മേ ഞാൻ എന്താ നിനക്ക് പോകാൻ മടിയാണോ? എങ്കിൽ പിന്നെ ഞാൻ കൂടെ വരാം. അപ്പൊ ദേവ് പറഞ്ഞു, വേണ്ടമ്മേ കൂടെ പോകണ്ട. കൂടെ പോയി ശരിയാവില്ല. അവിടെ ചെന്ന് അമ്മേനെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മേനെ വേണ്ടതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രേവതി ചേച്ചി അത് നോക്കി നിന്നെന്ന് വരില്ല. ചേച്ചി അവിടെ പ്രതികരിക്കും. അതിന്റെ കാര്യമില്ല. പിന്നെ അത് വലിയ വഴക്കായി തരില്ലേ. അതുകൊണ്ട് ഇവൻ തന്നെ പോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ശരത്ത് ആ വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത്. ശരത്ത് ചേച്ചി എന്ന് വിളിച്ച് ചെല്ലുക. അപ്പൊ കുറെ തവണ ചേച്ചി എന്ന് വിളിച്ചപ്പോഴത്തേക്കും രേവതി വിളി കേൾക്കുന്നില്ല, അകത്ത് ആരെയും കാണുന്നില്ല. അങ്ങനെ ധൈര്യപൂർവ്വം അകത്തേക്ക് കയറി ചെന്നപ്പോഴാണ് ചന്ദ്ര വന്നത്. ചന്ദ്ര നമ്മുടെ ശരത്തിനെ കണ്ടതുകൊണ്ടല്ലോ, ആരടാ കള്ളനോ? എടാ കള്ളന് കഞ്ഞി വെച്ചവനെ, നീ എന്തിനാടാ ഈ വീട്ടിലേക്ക് കയറിയത്? അല്ല ആരും ഇല്ലാത്ത സമയം നോക്കി ഇവിടെ എന്തെങ്കിലും മോഷ്ടിക്കാനാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. ശരത്തിന് ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. ശരത്ത് പറഞ്ഞു, ഞാൻ ചേച്ചീനെ കാണാൻ വേണ്ടി വന്നതാ. ഓ ചേച്ചീനെ കാണാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് ഇവിടെ ഉള്ളതൊക്കെ മോഷ്ടിച്ചോണ്ട് നിനക്ക് പോകാമല്ലോ. അതിനു വേണ്ടി ആയിരിക്കുമല്ലോ നിന്റെ വരവ്. കൂട്ടങ്ങള് കള്ള എന്ന് വിളിച്ച് വീണ്ടും അപമാനിച്ചു. അപ്പൊ നമ്മുടെ രേവതി ഓടി വന്നിട്ട്, അയ്യോ മോനെ ശരത്തെ, നീ എന്താണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോഴാണ് ചന്ദ്ര പറഞ്ഞത്, ഓ പിന്നെ ഇവന് ഇങ്ങോട്ടേക്ക് വരാനേ നിന്നെ കാണാന്ന് പറഞ്ഞ പേരിൽ വരാലോ. എന്നിട്ട് ഈ വീട്ടിലുള്ള മുതലൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാലോ. അല്ല ചേച്ചിയും ചിലപ്പോ സഹായം ചെയ്യുമായിരിക്കും. കൂട്ടങ്ങള്. എടാ നീ അല്ലേടാ എന്റെ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചത്. എന്നിട്ട് അവൻ ഒന്നും അറിയാത്ത പോലെ നടക്കുന്നു. നീയൊക്കെ പഠിക്കാൻ പോവെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെങ്ങനെയാ? വീട്ടിലുള്ളവരെ പറഞ്ഞാൽ മതിയല്ലോ.
തിന്നാൻ വകയില്ലാതെ വരുമ്പോൾ കട്ടും മോഷ്ടിച്ചും കൊണ്ടുപോയി എവിടെന്നെങ്കിലും എടുക്കുക, അത് വിൽക്കുക, തിന്നുക, കുടിക്കുക. ഇതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ നിനക്കൊക്കെ? ഇതുപോലെ ഒരു മാന്യതയില്ലാത്ത കുടുംബത്തിൽ നിന്നാണല്ലോ എനിക്ക് എൻ്റെ മോന് പെണ്ണ് കിട്ടിയതെന്ന് ഓർക്കുമ്പോഴാണ്. അവൻ പിന്നെ എൻ്റെ മോനായിട്ട് കണക്കാക്കാൻ പറ്റില്ലല്ലോ. അവൻ ഇത് തന്നെ വേണം, ഇതിൻ്റെ അപ്പുറം വേണം. അന്ന് ഞാൻ രവിയേട്ടനോട് പറഞ്ഞതാ വേണ്ട വേണ്ട വേണ്ടാന്ന്. അപ്പൊ അങ്ങേരെന്താ പറഞ്ഞത്? അങ്ങേര് പറഞ്ഞു നല്ല സൽ സ്വഭാവ ഗുണമുള്ള പെണ്ണാണെന്ന്. ഓ പിന്നെ പറയണ്ടല്ലോ, കള്ളന്റെ സഹോദരി, ഇവളും കള്ളിയാ, പേരും കള്ളി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി വന്നിട്ട് പറഞ്ഞു, അല്ല അമ്മ എന്തേ ഈ പറയുന്നത്? ഇവൻ എന്തു മോഷ്ടിച്ചെന്ന് അമ്മ ഈ പറയുന്നത്? അതെ മോളെ, കഴിഞ്ഞ ദിവസം പോലീസ് വന്നപ്പോ പറഞ്ഞില്ലേ, ആ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. ഇവന് മോഷ്ടിച്ചത് വേറെ ഒന്നുമല്ല, ഇവിടുത്തെ സച്ചിയുടെ വണ്ടിയാ. എന്നിട്ട് അതെങ്ങനെയൊക്കെയോ ഇവിടെ എത്തിച്ചു. അല്ലെങ്കിൽ ഇവൻ അതൊരൊന്നൊന്നര മുതലായിരുന്നല്ലോ. അല്ല, ഈ പറയുന്ന ശരത്ത് പഠിക്കാൻ പോവല്ലേ കോളേജില്? അപ്പൊ ഇതൊക്കെ എന്താ നടക്കാത്തത്? ഇവൻ പഠിക്കാൻ പോകുന്നല്ല, ഇവൻ കക്കുന്നത് എങ്ങനെയാണ്, മോഷ്ടിക്കുന്നത് എങ്ങനെയാണ്, ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ വേണ്ടി നടക്കുന്ന കൂട്ടത്തിലുള്ളതാ. ഇവൻ കോളേജിൽ പോയി വല്ല പെണ്ണുങ്ങളെ കറക്കി വീഴ്ത്തുന്നതല്ലാതെ ഇവനൊന്നും പഠിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇവൻ കോളേജിൽ പോവാന്ന് പറഞ്ഞു പോകും, കുറെ കക്കും, പെണ്ണുങ്ങളുടെ കൂടെ ആടിപ്പാടി തിമിർത്ത് നടക്കും. അതായിരിക്കും ഇവന്റെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ നിന്ന് അട്ടഹസിക്കുകയല്ല, പുച്ഛത്തോടു കൂടി നിന്നിങ്ങനെ പുച്ഛത്തിൽ ചിരിക്കില്ല, അതുപോലെ ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് രേവതിക്ക് സഹിക്കാവുന്നതിൽ അങ്ങേ അപ്പുറമാണ്. രേവതി പറഞ്ഞു, അമ്മ നിർത്തുന്നുണ്ടോ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ എന്ത് കഷ്ടു, എന്ത് മോഷ്ടിച്ചു? അവൻ അന്ന് ആ ബൈക്ക് ഒരു അബദ്ധം പറ്റി എടുത്തതാ. അതിന്റെ പേരിൽ അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയതും അതിന്റെ പേരിലാ. ഓ ഓ ഓ ഓ ഓ അപ്പൊ അതിന്റെ പേരിലാണ് ഇവന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതല്ലേ? മാനക്കേട് കാരണം ആത്മഹത്യ ചെയ്യുക. ഈ പൈസയൊക്കെ കടം മേടിച്ചിട്ട് കൊടുക്കാതെ വരുമ്പം മാനക്കേട് വരുമ്പോ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ മകൻ ഒരു കള്ളനാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങേർക്ക് നാണക്കേട് വന്നല്ലേ? അങ്ങേര് വളർത്തിയതല്ലേ അമ്മേ, വെറുതെ എന്റെ അച്ഛനെ പറയരുതെന്ന്. ഇപ്പൊ ശ്രുതി ഇങ്ങോട്ട് വന്നിട്ട്, ഓഹോ ഈ കള്ളനെ ആരാ ഈ വീട്ടിൽ കയറ്റിയത്? ഇവൻ കള്ളനല്ലേ, ബൈക്ക് കള്ളൻ. ഇത് കേട്ട ഉടനെ രേവതി പറഞ്ഞു, ദേ എന്റെ അനിയനെ കുറിച്ച് പറയുന്നതിനൊരു പരിധിയുണ്ട്. അതൊക്കെ ഏകദേശം കുറെയൊക്കെ ഞാൻ കേട്ടോണ്ട് നിന്നു. ഇനി ഇവനെ കുറിച്ച് പറഞ്ഞാലേ ഞാൻ കേട്ടോണ്ട് നിൽക്കില്ല. അല്ല എടി, കള്ളിയുടെ സഹോദരി അല്ല, കള്ളന്റെ സഹോദരി, നീ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത്? നീ ഒരു ചുക്കും ചുണ്ടാമ്പും ചെയ്യാൻ പോകുന്നില്ല. അപ്പോഴത്തേക്കും മോനെ നീ ഒരു കാര്യം ചെയ്യ, മോൻ ഇവിടുന്ന് പോകാൻ നോക്ക്. മോനെ ഇനി ഇവിടെ നിൽക്കണ്ട, അവൻ പൊക്കോട്ടെ, അവന് വിടമ്മേ പ്ലീസ്. എന്തിനാ അവൻ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ പോവാ ചേച്ചി, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അതാ മോനെ നല്ലത്. അപ്പോഴത്തേക്കാണ് ബാഗ് കയ്യിലിരിക്കുന്നത് നമ്മുടെ ശ്രുതി കണ്ടത്. ശ്രുതി പറഞ്ഞു, എങ്ങനെയാ പറയുന്നത്? പോകാനേ ഇവിടെ ആരും അനുവദിക്കില്ല. ഇവന്റെ ബാഗ് ചെക്ക് ചെയ്യണം. ഇവന്റെ ബാഗിനകത്ത് ഈ വീട്ടിൽ നിന്ന് ഇവൻ എന്തെങ്കിലും എടുത്തോ ഇല്ലോ എന്ന് ആര് കണ്ടു? അതും കൊണ്ട് ശരത്തിന്റെ ബാഗ് ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വിട്ടാൽ മതി എന്ന് പറയുമ്പം, അത് പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഇതിനകത്ത് പുസ്തകം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇവിടുന്ന് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് എന്തെടുക്കാനാ? ഞാൻ വന്ന് ഈ ഹോളിലേക്ക് കയറിയതേ ചന്ദ്രചേച്ചി എന്നല്ല, ഈ ചന്ദ്ര ആന്റി ഇറങ്ങി വന്നതും എന്നെ കണ്ടു, അല്ലാതെ ഞാൻ ഒന്നും എടുത്തില്ല. അപ്പൊ ചന്ദ്ര മുന്നോട്ട് കയറി വന്നിട്ട്, എടാ നീ എത്ര നേരം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ വന്നത്? നീ എത്ര നേരം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ഈ റൂമിനകത്ത് വന്നിട്ട് രേവതിനെ വിളിച്ചിട്ടുണ്ടാകുക? നീയും നിന്റെ ചേച്ചിയും കൂടെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ദേ ഇവിടെ പല മുതലും സാധനങ്ങളും ഉള്ളതാ, സ്വർണങ്ങളും പൈസയായിട്ടും മുതലായിട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ബാഗ് പരിശോധിച്ചേ പറ്റൂ, ബാഗ് തരാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ ശരത്ത് ബാഗ് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ബാഗ് അങ്ങോട്ട് പരിശോധിക്കാനും തുടങ്ങി. ബാഗിലെ പുസ്തകം എല്ലാം ഇങ്ങോട്ട് വലിച്ചു വാരിയിട്ടപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അതൊക്കെ അവന്റെ പുസ്തകം, അങ്ങനെയൊന്നും ചെയ്യാതെ അതൊക്കെ പതുക്കെ എടുത്ത് വെച്ചിട്ട്, അയ്യോ പുസ്തകം ഇവ പഠിക്കാൻ പോകല്ലോ എന്ന് വെച്ചാലേ കള്ളൻ എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങളെല്ലാം നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഊരാൻ നോക്കുകയാണ്. അപ്പൊ ഡ്രസ്സ് ഊരിയിട്ട് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രുതി അങ്ങനെ ചെയ്യുന്നത്. ശ്രുതി പോക്കറ്റിൽ കൈയിട്ട് നോക്കുന്നു. അപ്പൊ രേവതി പറഞ്ഞു, ഇതൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, പ്ലീസ് അവനെ വിട എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ശ്രുതി കേൾക്കുന്നില്ല. ശ്രുതി അങ്ങോട്ട് കോളറിന് കുത്തി പിടിച്ചിട്ട് അങ്ങോട്ട് നോക്കുക. കുറെ നേരം നമ്മുടെ ശരത്ത് സഹിച്ചു കേട്ടോ. ശരത്ത് ഒരാണാണല്ലോ, പ്രതികരിക്കാനും അതുപോലെ തന്നെ ദേഷ്യം വരാൻ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദേഷ്യം വരേണ്ട സമയത്ത് ദേഷ്യം വരും, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ച് പോകും. നമ്മൾ അങ്ങേയറ്റം വരെ ശ്രമിച്ചാലും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാലും നമ്മൾ പ്രതികരിച്ച് പോകും. അങ്ങനെ നമ്മുടെ
ശരത്ത് ഒരൊറ്റ തള്ളുകയാണ് കേട്ടോ ശ്രുതിനെ. ശ്രുതി തള്ളിയതും ശ്രുതി ചെന്ന് ബാക്കിലേക്ക് വീഴുന്നു. ഇത് കണ്ടതും ശ്രുതി ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ഒരൊറ്റ അടി കൊടുത്തു ശരത്തിന്റെ ചെകിട് നോക്കി. ഹോ എൻ്റെ പൊന്നോ, നമ്മുടെ രേവതിയുടെ ഇത് അവസ്ഥ എന്ന് പറഞ്ഞാൽ രേവതി അങ്ങോട്ട് ചെന്നിട്ട് ശ്രുതി നീ എന്താ കാണിച്ചതെന്ന് ചോദിച്ചു. നിന്റെ അനിയനെ, എൻ്റെ ഭർത്താവിനെ എന്താ ചെയ്തത്? എൻ്റെ ഭർത്താവിനെ ഇപ്പൊ അവൻ തള്ളിയിട്ട് കൊന്നേനെ. എൻ്റെ ഭർത്താവിനെ ആർക്കും അടിക്കാൻ വേണ്ടി ഞാൻ ആരെയും തീരെഴുതിയൊന്നും തന്നിട്ടില്ല. എൻ്റെ ഭർത്താവിന്റെ മേത്ത് എന്തിന് കൈവച്ചു? എൻ്റെ ഭർത്താവ് എന്തെങ്കിലും ചെയ്തോ? അത് പിന്നെ നിന്റെ ഭർത്താവ് എന്തിനാ എൻ്റെ ആങ്ങളുടെ പോക്കറ്റിൽ കൈയിടുകയും അതും ഇതുകൊണ്ടെന്ന് പറഞ്ഞ് പരിശോധിക്കുകയും ചെയ്യുന്നത്? ഒരു പരിധിയില്ലേ എല്ലാം ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും. എന്ത് പരിധി ഉണ്ടെങ്കിലും എൻ്റെ ഭർത്താവിനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അടിക്കും, ഞാൻ അടിച്ചിരിക്കും എന്ന് പറഞ്ഞു. അത്രയ്ക്കായോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങിയതും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പിടിവലിയായിട്ടോ. ഈ സമയത്ത് നമ്മുടെ ശരത്തിനെ നീ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോടാ മര്യാദയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് തിണ്ണേന്ന് പിടിച്ചൊരൊറ്റ തള്ളുന്നത് നമ്മുടെ സച്ചിയുടെ തോളത്താണ് ചെന്ന് ശരത്ത് വീഴുന്നത്. ഈ ശരത്തിൻ വീണതും നമ്മുടെ സച്ചിയുടെ തോളത്ത് സച്ചി പെട്ടെന്ന് വന്നിട്ട് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാര്യങ്ങളൊക്കെ. അതിനിടയിൽ രവീന്ദ്രനും വന്നു. രവീന്ദ്രൻ വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഈ കള്ളനെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മുതല് കക്കാൻ വേണ്ടി നോക്കുക. ഇവൻ എന്തോ കക്കാൻ വേണ്ടിയാ വന്നത്. കള്ളൻ ഇവൻ കള്ളനാ. അല്ല നിന്റെ ബൈക്ക് മോഷ്ടിച്ചത് ഇവനല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, അതെ എന്റെ ബൈക്ക് മോഷ്ടിച്ചത് ഇവനാണ്. അത് ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യം തന്നെയാണ്. ഓഹോ, അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേ? അതെ, എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു. ഇവൻ അന്ന് ബൈക്ക് മോഷ്ടിച്ചു, അതിനെന്നോട് ഇവൻ മാപ്പും പറഞ്ഞു. അല്ല ഇവിടെ ഒരു പെരുങ്കള്ളനുണ്ടല്ലോ, സ്വന്തം വീട്ടിൽ നിന്നും 50 ലക്ഷം രൂപ എടുത്തോണ്ട് പോയി മോഷ്ടിച്ചിട്ട് ഇവിടെ ആരോടും ഒരു ക്ഷമയോ മാപ്പോ ഒന്നും പറയാത്ത ഒരുത്തനുണ്ടല്ലോ, അത്ര ഒന്നും കള്ളനല്ല ഇവന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ആ അബദ്ധം ഇവൻ ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഇവൻ ഇപ്പം നല്ലതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ ഇവനെ പോലെ കട്ടും മോട്ടിച്ചും കുടുംബത്തിലെ തന്നെ സാധനങ്ങൾ കൊണ്ട് വിറ്റു അല്ല ഇവൻ ജീവിക്കുന്നത്. ഇവൻ ജീവിക്കുന്നതേ ഇവന്റെ അമ്മ പണിയെടുത്തത് തന്നെയാ പോയി പഠിക്കുന്നത്. അവനൊരു അബദ്ധം പറ്റിയതാ, അത് അവൻ ക്ഷമ ചോദിച്ചതോടുകൂടി തന്നെ തീർന്നു. പക്ഷേ എടാ ശ്രുതി, നിനക്ക് എന്ത് അവകാശമാണ് ഇവനെ തല്ലാനുള്ളത്? ഇവനെ തല്ലാനുള്ള അവകാശം ശ്രുതിക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ശ്രുതിക്ക് തല്ലണമെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ആരെങ്കിലും പോയി തല്ല, അല്ലാതെ എൻ്റെ ഭാര്യയുടെ അനിയനെ വന്ന് തല്ലുകയോ അവന്റെ ദേഹത്ത് കൈ വെക്കുകയോ ചെയ്താലേ ഇനി ഞാൻ ആ കൈ വെട്ടിയെടുക്കുക ചെയ്യുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അത് ശരിയാവില്ല, ഇവൻ പെരുങ്കള്ളൻ, പോലീസിനെ വിളിച്ചേ പറ്റൂ, പോലീസിനെ വിളിച്ച് ഇവനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ആയിക്കോട്ടെ, പോലീസിനെ വിളിച്ചാൽ ഇവനെ അല്ല, ഇവന്റെ കേസ് ഞാൻ ഒതുക്കി തീർത്തു. കാരണം എന്റെ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് ഇവനെന്ന് പറയുന്നു. എനിക്ക് പരാതിയില്ലാത്തപ്പം ഇവിടെ വേറെ ആർക്കാ പരാതിയുള്ളത്? ആ വണ്ടി എന്റെ പേരിലാണ് കിടക്കുന്നത്, അപ്പൊ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ഇവിടെ എനിക്കും ശ്രീകാന്തിനും വേറൊരു പരാതിയുണ്ട്. ഞങ്ങളുടെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോയ ആളല്ലേടാ നീ. പോലീസ് വരട്ടെ, നിന്നെ ആദ്യം പോലീസ് പൊക്കിക്കൊണ്ട് പോട്ടെ. അതാദ്യം വേണ്ടത്. ആദ്യം നിന്നെ പോലീസ് കൊണ്ടുപോകണം. ആദ്യം നീ ഞങ്ങളോട് മാപ്പ് പറയാൻ പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ വല്ലാത്ത വിഷയം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്റെ ഭർത്താവ് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെ ഈ വീട്ടിൽ നിന്നല്ലേ, അതിനെന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? അതെ, നിന്റെ ഭർത്താവ് വെറുതെ മോഷ്ടിച്ചതല്ല, നിന്റെ ഭർത്താവ് മോഷ്ടിച്ച പൈസ എടുത്തോണ്ട് പോയി ഒരു പെണ്ണിന് കൊടുത്തതാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് ചന്ദ്ര ഒന്ന് ഞെട്ടി. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ആയിക്കോട്ടെ, അതിന് എനിക്ക് കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമുണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. അതെ, ഞങ്ങൾ അനുഭവിക്കേണ്ട മുതലാ, ഞാനും ശ്രീകാന്തും അനുഭവിക്കേണ്ട മുതല്. അപ്പം പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരിക്കുമല്ലോ. ഞങ്ങൾ ഒരു പരാതി എഴുതി കൊടുത്താലേ നിന്റെ കെട്ടിയവനകത്ത് കിടക്കും. പിന്നെ അത് ചെയ്യാത്തത് എൻ്റെ ശ്രീകാന്തിന്റെ ഔദാര്യമായിട്ട് ഇവൻ കണ്ടാൽ മതി. അതെ, നീ ഒരു കാര്യം ചെയ്യടാ, നീ വന്നേ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് നീ ആദ്യം പറ. നിന്റെ ചേച്ചിനെ കാണാൻ വന്നതല്ലേ, നീ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിൽക്കുന്ന കണ്ടത് ചന്ദ്ര പറഞ്ഞു, അയ്യോ കണ്ടില്ലേ, കള്ളനാ, പെരുങ്കള്ളൻ, കണ്ടില്ല. എന്നിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങളോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ എന്നോട് സച്ചി എല്ലാം പറഞ്ഞായിരുന്നു. നടന്ന സംഭവങ്ങൾ എന്താന്നൊക്കെ വ്യക്തമാക്കി സച്ചി എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നീ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ നിൽക്കേണ്ട ചന്ദ്രേ, നീ അകത്ത് കയറി അങ്ങനെ പോകാൻ നോക്ക്. മോനെ ശരത്തെ, നീ നിന്റെ ചേച്ചീനെ കാണാൻ വന്നല്ലേ, നീ വല്ലതും കഴിച്ചിട്ട് പോയാൽ മതി. ഹേയ് വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ചേച്ചീനെ കാണാൻ വന്നൊന്നുമല്ല, ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാ. കണ്ടില്ലേ, ക്ഷമ ചോദിക്കാൻ വേണ്ടിയല്ല ഇവൻ വന്നത്. എന്നിട്ട് ഇവന് എന്നതാ പറഞ്ഞതാ? എടാ നിനക്കൊക്കെ മനസാക്ഷി ഇല്ലടാ, മനസാക്ഷി, കണ്ണിച്ചോരയില്ലാത്തവൻ. കണ്ണിച്ചോരയില്ലാത്തിട്ടാണല്ലോ അന്ന് നീ ആ കല്യാണ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. ആദ്യം മകനെ നന്നാക്കാൻ നോക്കുക, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്
നമ്മുടെ ശരത്തിനെ സച്ചി തന്നെ കൊണ്ടുവിടാൻ വേണ്ടി അങ്ങ് പോയി കേട്ടോ. ഏതായാലും നമ്മുടെ ചന്ദ്ര ഉദ്ദേശിച്ച പോലെ വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇച്ചിരി കുത്തി നമ്മുടെ രേവതിയുടെ മനസ്സ് നോവിക്കാൻ കഴിഞ്ഞു കാണും. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മുടെ സച്ചി വന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സച്ചി രേവതി കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ രേവതിനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കാണ് കേട്ടോ. നെഞ്ചോട് ചേർത്ത് തന്നെ കെട്ടിപ്പിടിച്ചിട്ട് സാരമില്ല പോട്ടെ, ഞാൻ നിനക്കുണ്ടല്ലോ, നീ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്, നിന്റെ അനിയനെ മോഷ്ടിച്ചത് അത് എന്റെ ബൈക്ക് തന്നെയാണെന്നും അതൊക്കെ ഞാൻ അന്ന് തന്നെ മനസ്സിലാക്കിയതായി എല്ലാ കാര്യങ്ങളും. നീ ഇനിയിപ്പോൾ അത് ഓർത്തിട്ട് കാര്യമൊന്നും വേണ്ട. അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മൈൻഡ് ആക്കണ്ട, ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക, ആ സ്ത്രീക്ക് വിവരവും ബോധവും ഇല്ലാന്ന് നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചന്ദ്ര ചെയ്യുന്ന ഓരോരോ പ്രവർത്തികളും ലാസ്റ്റ് നമ്മുടെ രേവതിക്കും സച്ചിക്കും കൂടുതൽ സ്നേഹിക്കാനുള്ള അവസരം തന്നെയാണ് കിട്ടുന്നത്. അത് എല്ലാ സീനുകളും എടുത്ത് അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം നമ്മുടെ രേവതിനെ കുത്തി വേദനിപ്പിച്ചാല് നമ്മുടെ സച്ചി വന്ന് സമാധാനിപ്പിക്കുകയും അവരുടെ സ്നേഹം ഇരട്ടിക്കുകയും ചെയ്യുന്നതല്ലാതെ ഒരിക്കലും നമ്മുടെ സച്ചി രേവതിയും പിരിയാനൊന്നും പോകുന്നില്ല. ഏതായാലും ചന്ദ്ര അങ്ങനെ നടക്കട്ടെ. അപ്പൊ ഇതിനിടയിൽ വേറൊരു വലിയ പുകിലും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെയും കാര്യത്തിലാണ്. നമ്മുടെ വർഷയും ശ്രീകാന്തിന്റെയും കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും ശ്രീകാന്തിന് കൊട്ടേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്രീകാന്തിനെ കുറച്ച് പേര് വന്ന് അടിക്കാനൊക്കെ തുടങ്ങുമ്പോൾ സച്ചി വന്ന് രക്ഷിക്കുകയാണ്. ഏതായാലും ആരാണ് നമ്മുടെ ശ്രീകാന്തിനെ അടിക്കാൻ വിട്ടതെന്ന് അറിയുമ്പോഴാണ് വർഷയുടെ അച്ഛനും അമ്മയാണെന്ന് അറിയുന്നത്. പക്ഷേ നമ്മുടെ സച്ചിക്ക് അറിയത്തില്ല ഇവർ തമ്മിൽ പ്രണയത്തിലും സ്നേഹത്തിലുമാണെന്നൊന്നും അറിയില്ല. സച്ചി ഓർക്കുന്നത് തൻ്റെ അച്ഛനോടുള്ള വൈരാഗ്യം ശ്രീകാന്തിനോട് തീർക്കുന്നതാണ് അയാളെന്ന്. അങ്ങനെ അയാളെ അടിക്കാനും ഒക്കെ വീട്ടിൽ പോവുകയും അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ വർഷ എന്ന പെൺകുട്ടി ഇയാളുടെ ഇയാളുടെ മകളാണെന്നും ശ്രീകാന്തും വർഷയും തമ്മിൽ എന്തോ ഒരു ചെറിയ ബന്ധമുണ്ടെന്നും സച്ചി അറിയുകയാണ്. അപ്പൊ സച്ചി ശ്രീകാന്തിനെ ചോദ്യം ചെയ്യുന്നു. ശ്രീകാന്തിനോട് പറയുകയാണ് ഇനി ഈ ബന്ധവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പാടില്ല, ഈ ബന്ധം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചിക്ക് വാക്കും കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത്. പക്ഷെ ശ്രീകാന്ത് ആ ബന്ധം അവിടെ കൊണ്ടൊന്നും അവസാനിപ്പിക്കാനും പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണേ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കാം, സ്ഥിരം കാണുന്നവർക്ക് നമുക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഡിലേ ആക്കിയിട്ടിരിക്കുകയല്ല, ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക്. ഇനിയിപ്പോൾ കഴിഞ്ഞു പോയത് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇന്നാണ് കുറച്ച് ഇതൊക്കെ വന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിലേറ്റീവ്സ് ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് ട്രിപ്പൊക്കെ പോയതോടുകൂടി തന്നെ എനിക്ക് ട്രിപ്പ് ഇടേണ്ട അവസ്ഥയായിപ്പോയി. കാരണം അതുപോലെ നമ്മൾ വീക്കായി പോയിട്ട് നമുക്ക് തളർച്ചയും ക്ഷീണവും പനിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസം വീഡിയോസൊക്കെ പകുതിയൊക്കെ നമ്മൾ ഇടാതെയൊക്കെ പോയത്. അപ്പോൾ ഇന്നാണ് കുറച്ച് ആരോഗ്യമായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കാം. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞാനാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് അടിച്ചു പൊളിച്ച് തന്നെ പോകാം. നമുക്ക് ഇനി അടുത്ത ആഴ്ച മുതൽ, അതായത് നാളെ നമുക്ക് വീഡിയോ ചിലപ്പോഴേ കാണത്തുള്ളൂ കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇടാനുള്ളത് ഗൗതമിൻ്റെയും നന്ദയുടെയും നെക്സ്റ്റ് വീക്ക് പ്രമേയമാണ്. അപ്പോൾ അത് ഇതിൻ്റെ പുറകെ ഇടുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ല. അപ്പം പിന്നെ ഇനിയിപ്പം തിങ്കളാഴ്ചയാണല്ലോ വീഡിയോസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഇതിൻ്റെ പുറകെ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഗൗതമിൻ്റെയും നന്ദയുടെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.